ഹായ്, ഇന്ന് നമ്മുടെ ഇഷ്ടവിഭവമായ മന്തി എങ്ങനെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. അധികം മസാലകളൊന്നും തന്നെ ഇതിനാവശ്യമില്ല. മസാലയ്ക്ക് ആവശ്യമായി സാൾട്ടഡ് മാഗി ക്യൂബ് ആവശ്യമാണ്. ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് തുടങ്ങിയവ. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ചിക്കൻ എടുത്ത് വൃത്തിയാക്കിയതിന് ശേഷം അതിലെ വെള്ളം മുഴുവൻ ഒരു കോട്ടൺ തുണിയോ മറ്റോ എടുത്ത് തുടച്ച് വെക്കുക. പിന്നീട് ഒരു ഫോർക്ക് എടുത്ത് ചിക്കനിൽ ചെറിയ ദ്വാരങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. 2 പീസ് സാൾട്ട് മാഗി ക്യൂബ് എടുത്ത് പൊടിച്ച് അല്പം റെഡ് കളറ്, ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഉപ്പ് ആവശ്യമില്ല. ഉപ്പ് നമ്മുടെ മാഗി ക്യൂബിൽ തന്നെ ഏകദേശം ഉണ്ടാവും. നല്ല പേസ്റ്റ് രൂപത്തിൽ ആക്കിയതിന് ശേഷം ചിക്കനിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ജീരകം, ചെറിയ ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്ക, കുരുമുളക് മുതലായ ചിക്കൻ്റെ എല്ലാ വശങ്ങളിലും തേച്ച് അതിൻ്റെ മുകളിൽ തന്നെ പിടിപ്പിക്കുക. ഒരു 2 മണിക്കൂറെങ്കിലും ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതോടൊപ്പം തന്നെ റൈസിനുള്ള അരി മന്തി സല്ല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെള്ളത്തിൽ ഒരു 1.5 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക. 1.5 മണിക്കൂറിന് ശേഷം ആ അരി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഒരു ചെമ്പിലിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. വെന്ത അരി നമ്മൾ ഒരു അരിപ്പയിലിട്ട് വെള്ളം വറ്റിച്ചെടുക്കുക. ഇനി നമ്മൾ ചിക്കൻ ചെമ്പിലോട്ടിട്ട് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് എല്ലാ വശവും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യേണ്ട, ഒരു ഹാഫ് ഫ്രൈ മതി. ചിക്കൻ്റെ ഒരു 1/4 ഭാഗം വരെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുക 5 മിനിറ്റ്. അതിനുശേഷം അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം വേവിച്ച് വെച്ച് നമ്മൾ റൈസ് ചിക്കൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അവസാനം 2-3 പച്ചമുളകും മുഴുവനായി റൈസിൽ ദ്വാരങ്ങളിട്ട് റൈസിൽ കുത്തി വെച്ചതിന് ശേഷം ഒരു 1 മണിക്കൂർ ലോ ഫ്ലെയിമിൽ വേവിക്കുക. അതിനിടയ്ക്ക് തുറക്കാൻ നിൽക്കരുത്. ഒരു മണിക്കൂറായതിന് ശേഷം അടിയിലുള്ള
1 മണിക്കൂറായതിന് ശേഷം റൈസിൽ നിന്നും ചിക്കനൊക്കെ മാറ്റിയതിന് ശേഷം അടിയിൽ കുറച്ച് ഓയിലുണ്ടാവും, ആദ്യം നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്ന ആ ഓയിലിൽ റൈസ് ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.